നമശിവായ. നമസ്കാരം. ഗീതാഹൃദയത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ന ഗുരുരധികം തത്വം ന ഗുരോരധികം തവ തത്വജ്ഞാനാത് പരം നാസ്തി തസ്മൈ ശ്രീ ഗുരവേ നമഃ. നാം ഇപ്പോൾ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്ന സാഖ്യയോഗം അധ്യായം 2 സാഖ്യയോഗത്തിലാണ്. സാഖ്യയോഗത്തിൻ്റെ 48-ാം ശ്ലോകമാണ് കഴിഞ്ഞ ദിവസം നാം ശ്രദ്ധിച്ചത്. അവിടെ ഭഗവാൻ അർജുനനെ ഉപദേശം കൊടുത്തുകൊണ്ടിരിക്കുന്ന ഭാഗമാണതിൽ നാം കഴിഞ്ഞ ശ്ലോകത്തിൽ ശ്രദ്ധിച്ചത്. അർജുനനോട് ആസക്തി വിട്ട് സിദ്ധിയിൽ ആത്മസംയമനത്തോടെ അസിദ്ധിയിലും നിരാശനാകാതെ ഇരിക്കാനും മനസംയമനത്തോടെ കർമ്മങ്ങൾ ചെയ്യുവാനും ഉപദേശിക്കുന്ന ഭഗവാനെയാണ് നാം കണ്ടത്. അടുത്ത ശ്ലോകം എന്തു പറയുന്നുവെന്ന് നമുക്ക് നോക്കാം. ഭഗവാൻ എന്തു പറയുന്നു നോക്കാം. ശ്ലോകം 49. ദൂരേണ ഹ്യവരം കർമ്മബുദ്ധിയോഗ ധനഞ്ജയ ബുദ്ധൗ ശരണമംഭിശ്ച കൃപണ ഫലഹേതവഃ. ഇവിടെയും കർമ്മം എങ്ങനെ ചെയ്യണമെന്നുള്ള കാര്യം തന്നെയാണ് ഭഗവാൻ അർജുനോട് പറയുന്നത്. ഈ ധനഞ്ജയ, കേവലം സകാമത്തോടെ ചെയ്യുന്ന കർമ്മങ്ങൾ സമത്വരൂപമുള്ള മനസ്സിനാൽ, അതായത് യോഗബുദ്ധിയിൽ ചെയ്യുന്ന കർമ്മത്തേക്കാൾ എത്രയോ ചെറുതാണ്. അതിനാൽ യോഗബുദ്ധിയെ തന്നെ ആശ്രയിക്കൂ. ഫലത്തിൽ ആഗ്രഹിച്ച് കർമ്മങ്ങൾ ചെയ്യുന്നവർ നികൃഷ്ടരാകുന്നു. സകാമത്തോടെ ചെയ്യുന്ന കർമ്മങ്ങൾ സമത്വരൂപമുള്ള മനസ്സിനാൽ, അതായത് യോഗ ബുദ്ധിയാൽ ചെയ്യുന്ന കർമ്മത്തേക്കാൾ വളരെ ചെറുതാണ്. സകാമത്തോടെ നിഷ്കാമകർമ്മം ചെയ്യാനാണ് ഭഗവാൻ പറയുന്നത്. സകാമകർമ്മമല്ല, നിഷ്കാമകർമ്മം ചെയ്യുക. അതിന് യോഗബുദ്ധിയെ തന്നെ ആശ്രയിക്കൂ അർജുന. ഫലത്തിൽ ആഗ്രഹിച്ച് കർമ്മങ്ങൾ ചെയ്യുന്നയാൾ നികൃഷ്ടരാകുന്നു. യാതൊരു ഫലവും ആശ്രയിക്കാതെ നിഷ്കാമമായ കർമ്മം ചെയ്യാനാണ് ഭഗവാൻ അർജുനനോട് ഉപദേശിക്കുന്നത്. ഈ കാഴ്ചപ്പാട് ബൃഹദാരണ്യ ഉപനിഷത്തിലും നാം കണ്ടിട്ടുണ്ട്. ബൃഹദാരണ്യ ഉപനിഷത്തിൽ പറഞ്ഞിട്ടുള്ളത്, തീർച്ചയായും ഈ അക്ഷരത്തെ അറിയാതെ ആർ ഈ ലോകത്ത് നിന്ന് പോകുന്നുവോ അയാൾ കൃപണൻ, അവിവേകിയാണ് എന്നാണ്. എന്താണ് പറയുന്നത്? അക്ഷരത്തെ അറിയാതെ ആര് ഈ ലോകത്ത് നിന്ന് പോകുന്നു അയാൾ അവിവേകിയാകുന്നു. എന്നാൽ ആരക്ഷരത്തെ അറിഞ്ഞിട്ട് പോകുന്നു അവൻ ബ്രാഹ്മണനാകുന്നു. അതായത് അക്ഷരമെന്ന് ഉദ്ദേശിക്കുന്നത് പഠനം, വേദപഠനം ആണ്. ഒന്നും അറിയാതെ, ഒന്നും പഠിക്കാതെ, ഒന്നും മനസ്സിലാക്കാതെ പോകുന്നവൻ അവിവേകിയും വേദങ്ങളും മറ്റും പഠിച്ച് അറിവ് നേടിയിട്ട് പോകുന്നവൻ ബ്രാഹ്മണനും ആകുന്നു. ഇവിടെ സകാമകർമ്മവും നിഷ്കാമകർമ്മവും ചെയ്യുന്നതിൻ്റെ ഉദാഹരണമായി പറഞ്ഞതാണത്. അത് ബൃഹദാരണ്യോപനിഷത്തിലെ ഉദ്ധരിച്ചുകൊണ്ട് ഭഗവാൻ പറഞ്ഞതിനെ മനസ്സിലാക്കാൻ വേണ്ടി പറഞ്ഞു എന്നേ ഉള്ളൂ. ഇപ്പോൾ നിഷ്കാമകർമ്മം ചെയ്യുക, യാതൊരു ഫലേച്ഛയും കൂടാതെ കർമ്മം ചെയ്യൂ അർജുന എന്നാണ് ഭഗവാൻ ഇപ്പോൾ പറഞ്ഞു നിർത്തിയിരിക്കുന്നത്. മനസ്സിലേക്ക് കാണും എന്ന് വിശ്വസിക്കുന്നു. ഗുരുപാദാരബിന്ദങ്ങളിൽ സമർപ്പിക്കുന്നു. ഏവർക്കും ശുഭസ്ദിനം. അടുത്ത ശ്ലോകവുമായി അടുത്ത ദിവസം ഇതുപോലെ കാണാനും സംവദിക്കാനുമുള്ള അവസരം ഭഗവാൻ നമുക്ക് എല്ലാവർക്കും തരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ശുഭസുദിനം.